നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാണികൾക്ക് കലയുടെ മായികരാവുകൾ സമ്മാനിച്ച് കുളപ്പുറത്ത് മൺസൂൺ ഫെസ്റ്റ്. കുളപ്പുറം വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിലായിരുന്നു കലാസന്ധ്യ. ബിജെപിയുടെ കോഴ വിവാദം. ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംവാദ സായാഹ്നം സംഘടിപ്പിച്ചു. പയ്യന്നൂർ കണ്ടങ്ങാളി പുഞ്ചക്കാട്ടെ എണ്ണ സംഭരണശാല ആഗസ്റ്റ് 20 സമരപ്രഖ്യാപന കൺവെൻഷൻ നടക്കും. മുന്നോടിയായി വിശദീകരണ യോഗം ചേർന്നു. കള്ളന്മാരും പിടിച്ചുപറിക്കാരും പയ്യന്നൂർ നഗരത്തിൽ വിലസുമ്പോഴും പയ്യന്നൂർ പോലീസ് നഗരഭാഗങ്ങളിൽ സ്ഥാപിച്ച CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമായി. ഡിവൈഎഫ്ഐയുടെ മേഖലാജാഥകൾ സമാപിച്ചു. ആഗസ്റ്റ് 15 നടക്കുന്ന യുവജന പ്രതിരോധത്തിന്റെ ഭാഗമായാണ് ജാഥകൾ സംഘടിപ്പിച്ചത്. ന്യൂസ് അവറിലേക്ക് വിശദമായി. കാണികൾക്ക് കലയുടെ മായികരാവുകൾ സമ്മാനിച്ച് കുളപ്പുറത്ത് മൺസൂൺ ഫെസ്റ്റ്. തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. കുളപ്പുറം വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിലായിരുന്നു കലാസന്ധ്യ. കേരള സർക്കാരിന്റെ സാംസ്കാരിക വിനിമയ കേന്ദ്രമായ ഭാരത് ഭവൻ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സൗത്ത് സോൺ കൾച്ചറൽ സെന്ററുമായി ചേർന്ന് കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെയാണ് മൺസൂൺ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. മഹത്തായ ഇന്ത്യൻ സംസ്കാരത്തിന്റെയും വൈവിധ്യങ്ങളുടെയും കലയരങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതായി മൺസൂൺ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം TV രാജേഷ് MLA അധ്യക്ഷതയിൽ തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സത്യസന്ധതയുണ്ട്, അതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം. ആ സംസ്കാരത്തിൻ്റെ ഏറ്റവും സ്പന്ദിക്കുന്ന സംസ്കാരവും പരിപാടികളുമൊക്കെ തന്നെ മഹാരാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വ്യത്യസ്തമായി. അത് അവതരിപ്പിക്കുമ്പോൾ അത് കാണാനും കേൾക്കാനും ആസ്വദിക്കാനും സുമനസ്സുകളായി മാറുക എന്നതാണ് നമുക്ക് കേൾക്കാൻ. കേരളത്തിൻ്റെ കഥകളിയും പുരക്കളിയും തെയ്യവും ഒക്കെ തന്നെ തരത്താൻ നൽകുന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിലും മറ്റു ദേശീയ ആഘോഷ പരിപാടികളിലും അവതരിപ്പിക്കുമ്പോൾ എത്രയേറെ മനോഹരമായിട്ടാണ് അത് സ്വീകാര്യമാകുന്നത് എന്ന് നിങ്ങളെല്ലാം കണ്ടു. കാരണം അവർക്ക് അനുഭവമാണ്. വൈവിധ്യങ്ങളുടെ കലവറയാണ് നമ്മുടെ രാജ്യം. വിവിധ ഭാഷകൾ, ആചാരങ്ങൾ, ജീവിത രീതികൾ എന്നിങ്ങനെ ഈ സവിശേഷതകൾ നീളുന്നു. ഇതിനെയൊക്കെ ചേർത്ത് നിർത്തുന്നത് ഭാരതീയ സംസ്കാരമാണ്. ആ സംസ്കാരത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് കലകളെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി അഭിപ്രായപ്പെട്ടു. ഈ കലകളെ ഒരുപോലെ സ്വീകരിക്കാൻ എല്ലാ പരിമിതികളെയും മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് കഴിയുന്നുവെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ CJ കുട്ടപ്പൻ ആമുഖ ഭാഷണം നടത്തി. നാടക ചലച്ചിത്ര സംവിധായകൻ പ്രമോദ് പയ്യന്നൂർ പരിചിത ഭാഷണവും നിർവഹിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VV പ്രീത, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P പ്രഭാവതി, ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PK ബൈജു, ജില്ലാ പഞ്ചായത്ത് അംഗം K അജിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TV ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P കുഞ്ഞിക്കണ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗം TV കമല എന്നിവരും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംസാരിച്ചു. 10 സംസ്ഥാനങ്ങളിൽ നിന്നായി 150ഓളം കലാകാരന്മാരാണ് ഫെസ്റ്റിൽ പരിപാടികൾ അവതരിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി ഫോട്ടോ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംവാദ സായാഹ്നം സംഘടിപ്പിച്ചു. BJPയുടെ കോഴ വിവാദത്തെ തുടർന്നുണ്ടായ നിലപാട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു യോഗം. അത് ജുലൈയിലാണ്, അല്ലെങ്കിൽ ഗുജറാത്തിലെയോ അല്ലെങ്കിൽ ഒറീസയിലെയോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെയോ ഏതെങ്കിലും ഒരു മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളാണ് എന്നൊക്കെ പറയാം. അങ്ങനെ പ്രസംഗിക്കുന്നു, അതിനെതിരെ പ്രതിഷേധിക്കുന്നു. KPCCയുടെ ആഹ്വാനപ്രകാരം നടത്തിയ പരിപാടി DCC സെക്രട്ടറി അഡ്വക്കേറ്റ് M ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KK ബ്രിജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. M കരുണാകരൻ, TP ചന്ദ്രൻ, രവി പൊന്നംവയൽ, A ബാലകൃഷ്ണൻ, M ഉമ്മർ, ഇബ്രാഹിം മോർണിംഗ് സ്റ്റാർ, മനോജ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ കണ്ടങ്ങാളി പുഞ്ചക്കാട് 130 ഏക്കർ നെൽവയലും തണ്ണീർത്തടവും നികത്തി വൻകിട എണ്ണ സംഭരണശാല സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്ത് വിശദീകരണ യോഗം നടത്തി. പരിപാടി TP പത്മനാഭൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു.
പരിസ്ഥിതി പ്രവർത്തകനും നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ സമിതി ചെയർമാനുമായ TP പത്മനാഭൻ മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവർ നൽകിയിരിക്കുന്ന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം അതിലൊന്ന്, ഇവിടെ നിരപ്പായ സ്ഥലമാണ്, പൊടിയുണ്ടാകുന്നില്ല. ഇത് കേരളത്തിന്റെ നിയമസഭ പാസാക്കിയ ഒരു നയത്തിലും ഉൾപ്പെടുന്നില്ല. ഇതാണ് വളരെ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം. K. രാമചന്ദ്രൻ അധ്യക്ഷനായി. A. വിനോദ്, ഡോക്ടർ E. ഉണ്ണികൃഷ്ണൻ, VC ബാലകൃഷ്ണൻ, ഹരി ചക്കരക്കൽ, ആശാഹരി, സുധാകരൻ പുഞ്ചക്കാട് എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരുമടക്കം നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഡിവൈഎഫ്ഐയുടെ മേഖലാ ജാഥകൾ സമാപിച്ചു. ആഗസ്റ്റ് 15 നടക്കുന്ന യുവജന പ്രതിരോധത്തിന്റെ ഭാഗമായാണ് ജാഥകൾ സംഘടിപ്പിച്ചത്. 6 ദിനങ്ങളിലായി നടന്ന ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണവും നൽകി. ആർക്കെതിരെയാണോ നാം പടപൊരുതിയത് ആ സാമ്രാജ്യത്വ ശക്തികളുടെ കാൽക്കീഴിൽ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യം അടിയറ വെക്കുകയാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ. 6 പതിറ്റാണ്ട് കാലം ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഈ രാജ്യം ഭരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒറ്റയ്ക്കും മുന്നണിയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആയിരുന്നു ഏതാണ്ട് ഒരു 6 പതിറ്റാണ്ട് കാലം സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യ ഭരിച്ചത്. എന്തുണ്ടാക്കി? നവ ഉദാരവൽക്കരണ നയങ്ങളെ ചെറുക്കുക, മതനിരപേക്ഷതയുടെ കാവലാളാവുക എന്ന മുദ്രാവാക്യവുമായാണ് 6 ദിവസമായി ജില്ലയിലെങ്ങും വിവിധ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജാഥ സംഘടിപ്പിച്ചത്. രാജ്യത്തെമ്പാടും വർഗീയ ഫാസിസ്റ്റുകൾ നടത്തുന്ന അതിക്രമങ്ങൾ തുറന്നുകാട്ടിയും മതേതരത്വത്തിനും ജനാധിപത്യത്തിനും നേരെ ഉയർന്ന വെല്ലുവിളി തടയാൻ യുവജന മനസ്സുകളെ സജ്ജരാക്കിയുമായിരുന്നു ജാഥകൾ മുന്നേറിയത്. ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണവും നൽകി. ആഗസ്റ്റ് 15 ഭാഗമായി ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന യുവജന പ്രതിരോധത്തിന്റെ പ്രചരണാർത്ഥമാണ് ജാഥ സംഘടിപ്പിച്ചത്. വടക്കൻ മേഖലാ ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകിട്ട് 5:30 കാഞ്ഞിരങ്ങാടും, തെക്കൻ മേഖലാ ജാഥ പെരിങ്ങത്തൂരും, മധ്യമേഖലാ ജാഥ വൈകിട്ട് 6 മണിയോടെ കിഴക്കും ഭാഗത്തും സമാപിച്ചു. ജില്ലാ സെക്രട്ടറി VK സനോജ് വടക്കൻ മേഖലാ ജാഥയ്ക്കും, ജില്ലാ ട്രഷറർ N അനൂപ് മധ്യമേഖലാ ജാഥയ്ക്കും, ജില്ലാ പ്രസിഡന്റ് M ഷാജർ തെക്കൻ മേഖലാ ജാഥയ്ക്കും നേതൃത്വം നൽകി. ചെറുതാഴം പ്രാഥമികാരോഗ്യ കേന്ദ്രം ഇനി കുടുംബാരോഗ്യ കേന്ദ്രം. കേരള സർക്കാരിന്റെ ആർദ്ര മിഷന്റെ ഭാഗമായാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നത്. ആഗസ്റ്റ് മാസം അവസാന വാരത്തോടെ പ്രവൃത്തികൾ പൂർത്തിയാകും. TV രാജേഷ് MLA നേതൃത്വത്തിൽ പ്രവൃത്തികൾ വിലയിരുത്തി. കേരള സർക്കാരിന്റെ ആർദ്ര മിഷന്റെ ഭാഗമായി ചെറുതാഴം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ ഏക കുടുംബാരോഗ്യ കേന്ദ്രമായി ഈ സ്ഥാപനത്തെ തെരഞ്ഞെടുത്തത് TV രാജേഷ് MLA ശ്രമഫലമായാണ്. സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദവും ഗുണമേന്മയുള്ള ആരോഗ്യ പരിപാലന സേവനങ്ങളും ലഭ്യമാക്കുന്ന കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. രോഗികൾക്ക് വൈകുന്നേരം 6 മണിവരെ ഡോക്ടർമാരുടെയും അനുബന്ധ സേവനങ്ങളും ആശുപത്രിയിൽ നിന്നും ലഭ്യമാകുമെന്നതാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രധാന സവിശേഷത. ഇതിന്റെ ഭാഗമായി സുസജ്ജമായ ലബോറട്ടറി, ദന്തൽ യൂണിറ്റ്, വിഷാദ രോഗനിർണയ ക്ലിനിക്ക്, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായുള്ള യോഗ പരിശീലനം, സ്ത്രീകൾക്കായുള്ള ജിംനേഷ്യം, സ്ത്രീ സൗഹൃദ വിശ്രമമുറി, അംഗപരിമിത സൗഹൃദ ശൗചാലയം, കുട്ടികൾക്കായുള്ള പാർക്ക്, ശിശു സൗഹൃദ പ്രതിരോധ കുത്തിവയ്പ് മുറി, വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പ്രത്യേക സ്ഥലം തുടങ്ങിയവ ഒരുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നു. സർക്കാർ അനുവദിച്ച തുകയ്ക്കു പുറമെ TV രാജേഷ് MLA ഇടപെടലിന്റെ ഭാഗമായി സഹകരണ സ്ഥാപനങ്ങൾ, വ്യക്തികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരിൽ നിന്നെല്ലാം സാമ്പത്തിക സഹായങ്ങൾ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭാവതിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയും ആശുപത്രി വികസന സമിതിയും ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുവരുന്നു. ആഗസ്റ്റ് മാസം അവസാനത്തോടുകൂടി കുടുംബാരോഗ്യ കേന്ദ്രമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ സ്ഥാപനത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ പുരോഗതി TV രാജേഷ് MLA നേതൃത്വത്തിൽ വിലയിരുത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P പ്രഭാവതി, വൈസ് പ്രസിഡന്റ് P കുഞ്ഞിക്കണ്ണൻ, ആശുപത്രി വികസന സമിതി അംഗങ്ങളായ ജനാർദ്ദനൻ, AV രവീന്ദ്രൻ, K കുഞ്ഞിക്കണ്ണൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രഞ്ജിത്ത് കുമാർ, NHM എഞ്ചിനീയർ TV വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഇരുവൃക്കകളും തകരാറിലായ തൃക്കരിപ്പൂർ ശ്രീ ചക്രപാണി ക്ഷേത്ര പരിസരത്തെ U രജനിയെ സഹായിക്കാൻ കൂട്ടായ്മ ഒരുങ്ങുന്നു. ഫണ്ട് ശേഖരണോദ്ഘാടനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP ഫൗസിയ നിർവഹിച്ചു.
സാമ്പത്തിക പരാധീനതയിൽ കഴിയുന്ന രജനിക്ക് മാരകരോഗം കൂടിയായതോടെ ചികിത്സാ ചെലവും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ചെലവും താങ്ങാൻ സാധിക്കാതെ കുടുംബം വഴിമുട്ടിയതോടെയാണ് ചികിത്സാ ധനസഹായ കമ്മിറ്റി രൂപീകരിച്ചത്. വീഴാറായ വീട്ടിൽ പ്രായമായ അമ്മയോടൊപ്പമാണ് രജനിയുടെ താമസം. രജനിയുടെ വീട്ടിലെത്തിയ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP ഫൗസിയ രജനിയുടെ പരിതസ്ഥിതി നേരിട്ട് മനസ്സിലാക്കി. വീടിനായുള്ള അപേക്ഷയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകുകയും രജനിയെ സാന്ത്വനിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ചക്രപാണി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചികിത്സാ ധനസഹായ രൂപീകരണ യോഗം VP ഫൗസിയ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉടനീളം കേൾക്കുന്നൊരു സംഭവമാണ് കിഡ്നി. ഒരു കാലഘട്ടത്തിലൊന്നും കിഡ്നി എന്ന് പറയുന്ന അവയവത്തെക്കുറിച്ച് പോലും നമുക്കറിയില്ലായിരുന്നു. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇങ്ങനെ കിഡ്നിയുടെ ചിത്രമൊന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് അറിയില്ലായിരുന്നു. ചെറിയ കുട്ടികൾക്ക് പോലും കിഡ്നി പേഷ്യൻ്റ് ആണെന്ന് പറയുമ്പോൾ ആ കിഡ്നിയുടെ രൂപവും കിഡ്നി പേഷ്യൻറ്റിൻ്റെ ആ ഒരു അവസ്ഥയും എല്ലാവർക്കും അറിയുന്നതാണ്. ആ ചികിത്സാ രീതിയെക്കുറിച്ചൊക്കെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ഇപ്പോൾ കിഡ്നി എന്ന് പറയുമ്പോൾ അറിയുന്ന ഒരു അവസ്ഥയിലേക്കാണ്. കൺവീനർ നരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ ചന്ദ്രമോഹനൻ, ഒ രവി, TV വിനോദ് കുമാർ, TV വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. സഹായം നൽകുന്നവർ രജനി ചികിത്സാ ധനസഹായ കമ്മിറ്റി ട്രഷറർ, കാനറ ബാങ്ക് തൃക്കരിപ്പൂർ ശാഖ, അക്കൗണ്ട് നമ്പർ 50161010012996, IFC കോഡ് CNRB 000516 എന്ന അക്കൗണ്ടുമായി ബന്ധപ്പെടുക. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കള്ളന്മാരും പിടിച്ചുപറിക്കാരും പയ്യന്നൂർ നഗരത്തിൽ വിലസുമ്പോഴും പയ്യന്നൂർ പോലീസ് നഗരഭാഗങ്ങളിൽ സ്ഥാപിച്ച CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമായി കിടക്കുന്നു. ജില്ലയിലെ പ്രധാന പോലീസ് സ്റ്റേഷൻ കൂടിയായ പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ അധികാരികളുടെ കെടുകാര്യസ്ഥതയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഓരോ സമയത്തും ഓരോന്ന് തോന്നും. അതാണ് നമ്മുടെ കേരള പോലീസ്. ജനങ്ങളെ സേവിക്കാൻ ജനമൈത്രി വന്നു, പദ്ധതിയും ലക്ഷ്യം കണ്ടില്ല. അധികം വൈകിയില്ല പയ്യന്നൂർ നഗരത്തിൽ കള്ളന്മാരെയും പിടിച്ചുപറിക്കാരെയും നിരീക്ഷിക്കാൻ ക്യാമറയുമായി നഗരത്തിലിറങ്ങി. എന്നാൽ പയ്യന്നൂർ നഗരത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി ഒന്ന് കണ്ടു നോക്കാം. പയ്യന്നൂർ നഗരത്തിൽ മോഷണവും പിടിച്ചുപറിയും നാൾക്കുനാൾ വർദ്ധിക്കുമ്പോഴും ഇവിടെ എല്ലാത്തിനും സാക്ഷിയായി പോലീസ് സ്ഥാപിച്ച പ്രവർത്തനരഹിതമായി കിടക്കുന്ന CCTV ക്യാമറകളാണ്. വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുൾ റഹീം CI ഉണ്ടായിരുന്ന കാലത്താണ് പയ്യന്നൂർ നഗരത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. ഉദ്ഘാടന പരിപാടിയും കൊട്ടിഘോഷിച്ചാണ് നടത്തിയത്. പയ്യന്നൂരിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. മാസങ്ങൾ മാത്രമാണ് ഇവ പ്രവർത്തിച്ചത്. ക്യാമറയിലേക്ക് വൈദ്യുതി സമീപത്തെ കച്ചവടക്കാരുമാണ് നൽകിയിരുന്നത്. CI സ്ഥലം മാറിപ്പോയതോടെ ക്യാമറകളുടെ സംരക്ഷണവും ഇല്ലാതെയായി. ഇപ്പോൾ ക്യാമറകൾ നിയന്ത്രിക്കുന്നതിനായുള്ള കമ്പ്യൂട്ടർ മുറി ഇവിടെ SI ഉപയോഗിക്കുന്ന മുറിയായി മാറി. ഇതിനകം വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച ക്യാമറകൾ ഉപയോഗശൂന്യമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും രാത്രികാലങ്ങളിലുള്ള പോലീസിൻ്റെ പെട്രോളിങ്ങും ജാഗ്രതയുമാണ് അക്രമങ്ങളും മോഷണങ്ങളും കുറയാൻ കാരണമായിരുന്നത്. എന്നാൽ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള നഗരത്തിൽ CCTV ക്യാമറകൾ കൈകാര്യം ചെയ്യുന്നതിൽ വന്നിട്ടുള്ള പാളിച്ച പ്രതിഷേധാർഹമാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കരിവള്ളൂർ ബസാറിൽ ദേശീയപാതയോരത്ത് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. എത്രയും പെട്ടെന്ന് മരങ്ങൾ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ദുരന്തങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണെന്ന് നാട്ടുകാർ. കരിവള്ളൂർ ബസാറിൽ ദേശീയപാതയോരത്തെ ഇരുവശങ്ങളിലുമുള്ള വൃക്ഷങ്ങൾ പാതയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. ഒരു കാറ്റ് വന്നാൽ ബലമില്ലാത്ത ഈ വൃക്ഷങ്ങളോ അതിൻ്റെ ശിഖരങ്ങളോ പൊട്ടി വീണേക്കാം. ഇങ്ങനെ സംഭവിച്ചാൽ അത് ഏറെ ബാധിക്കുക ഇരുചക്ര വാഹനക്കാരെയുമായിരിക്കും. ഇരുവശത്തുമുള്ള മരങ്ങൾ ഒരു പന്തൽ പോലെയാണുള്ളത്. വേനൽക്കാലത്ത് ഇത് ബസാറിന് തണൽ പകരുമെങ്കിലും മഴക്കാലമായാൽ ഇവ ഏറെ അപകടാവസ്ഥയിലേക്ക് മാറുന്നു. ബസാറിൻ്റെ ഒത്ത നടുവിലുള്ള ഇത്തരത്തിലുള്ള ഒരു വൃക്ഷം ശക്തമായ കാറ്റിൽ നിലംപൊത്തിയത് അടുത്ത കാലത്താണ്. പൊട്ടി വീണ് വൻ ദുരന്തങ്ങളെ തന്നെ ക്ഷണിച്ചെടുക്കുന്ന അവസ്ഥയാണെന്ന് നാം കാണുന്നത്. ഇരുചക്ര വാഹനങ്ങൾ പലപ്പോഴും അതിൻ്റെ കൊമ്പ് വീണ് തലനാര ഇഴക്കാണ് രക്ഷപ്പെടാറുള്ളത്. ഈ കാഴ്ച വളരെ ഭീതിജനകം തന്നെയാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അന്ന് അപകടമൊന്നും ഉണ്ടാകാതിരുന്നത്. ഈ വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ എത്രയും പെട്ടെന്ന് മുറിച്ചുമാറ്റി അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ അപേക്ഷ. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ജപ്പാന്റെ കറുത്ത ദിനങ്ങളെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹിരോഷിമ ദിനം. 70 വർഷങ്ങൾക്ക് മുൻപ് ഓഗസ്റ്റ് 6-നാണ് ജപ്പാനിലെ ചെറുപട്ടണത്തെ രാക്ഷസ തീനാളങ്ങൾ ആർത്തിയോടെ വിഴുങ്ങിയത്. വീണ്ടും ഒരു യുദ്ധാന്തരീക്ഷമൊരുങ്ങുമ്പോൾ തുടർ പ്രതിഫലനങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഹിരോഷിമ. 1945 ആഗസ്റ്റ് 6 തിങ്കളാഴ്ച രാവിലെ വടക്കൻ പസഫിക്കിൽ നിന്ന് എനോള ഗേ B-29 എന്ന അമേരിക്കൻ യുദ്ധവിമാനം ചെകുത്താനെ പോലെ പറന്നുയർന്നു. ഉള്ളിൽ
12 സൈനികരും പുറത്ത് ഒരു കൊളുത്തിൽ തൂങ്ങി 3 മീറ്റർ നീളവും 4400 കിലോഗ്രാം ഭാരവുമുള്ള സർവ്വസംഹാരിയായ ലിറ്റിൽ ബോയ് എന്ന മാരക വിഷവിത്തുമായി. ആ ചെകുത്താന്മാർ 1500 മൈലുകൾക്കപ്പുറമുള്ള ജപ്പാനെ ലക്ഷ്യമാക്കി കുതിച്ചുപാഞ്ഞു. പതിവ് പോലെ ജനം മാർക്കറ്റുകളിലും ജോലിസ്ഥലത്തും പാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വ്യോമാക്രമണ ഭീഷണിയുടെ സൈറൺ മുഴങ്ങിയത്. എല്ലാവരും ട്രെഞ്ചുകളിൽ ഒളിച്ചു. യുദ്ധവിമാനത്തിലെ ക്യാപ്റ്റൻ വില്യം എസ് പാർസൺസ് എന്ന സൈനികൻ ഹിരോഷിമ നഗരത്തിലെത്തിയപ്പോൾ ലിറ്റിൽ ബോയിയെ വേർപെടുത്തി. ഹിരോഷിമ നഗരത്തിലെ AIOI പാലമായിരുന്നു അതിൻ്റെ ലക്ഷ്യം. വിമാനം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുത്തു വന്നുകൊണ്ടിരുന്നു. ക്യാപ്റ്റൻ വില്യം എസ് പാർസൺസിൻ്റെ കണക്കുകൂട്ടൽ പാളി. പാലത്തിൽ നിന്നും 800 അടി മാറിയാണ് ബോംബ് പതിച്ചത്. അതിഭയങ്കരമായ ചൂടിൽ ഹിരോഷിമ ഉരുകിത്തിളച്ചു. പാലം ഉരുകി ഒലിച്ചുപോയി. എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഒരു നിമിഷം ജനം പകച്ചു നിന്നു. എവിടെയും അഗ്നിഗോളങ്ങൾ, ആകാശത്തിൻ്റെ ഉയരങ്ങളിലേക്ക് വളർന്നു പന്തലിക്കുന്ന കൂൺമേഘങ്ങൾ, കാതു തുളയ്ക്കുന്ന പൊട്ടിത്തെറിയുടെ ശബ്ദം, പച്ചമാംസം കരിഞ്ഞതിൻ്റെ മനമടുപ്പിക്കുന്ന ഗന്ധം, സ്വപ്നങ്ങളെല്ലാം തകർന്നടിയുന്നതിൻ്റെ ഹൃദയഭേദകമായ നിലവിളി, മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും കത്തിക്കരിഞ്ഞ അസ്ഥികൂടങ്ങൾ, ശരീരമാസകലം പൊള്ളലേറ്റ മനുഷ്യരൂപങ്ങൾ. അടങ്ങാത്ത യുദ്ധാർത്ഥി ആർത്തനാദത്തിന് വഴിവെച്ചു. ലോകത്തിൻ്റെ തന്നെ ശ്വാസഗതി നിലച്ച നിമിഷങ്ങൾ. മരിച്ചു വീണത് 100,000-ലേറെ പേർ. അണുവികിരണങ്ങളിൽപ്പെട്ട് ജനിതക വൈകല്യങ്ങളിലേക്ക് മരിച്ചു വീണത് 2,00,000-ഓളം പേർ. യുദ്ധത്തിൽ അടിയറവ് പറയാൻ തയ്യാറായ രാജ്യത്തിൻ്റെ മേലാണ് ഈ ചെയ്തി എന്നോർക്കണം. എന്നാൽ യുദ്ധക്കൊതി തലയ്ക്കു പിടിച്ച ചെകുത്താന്മാർക്ക് മതിയായിരുന്നില്ല. അവർ 3 ദിവസത്തിന് ശേഷം ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചു. ആദ്യ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട അത്രയും തന്നെ ആളുകൾ ഈ ആക്രമണത്തിലും കൊല്ലപ്പെട്ടു. ഓഗസ്റ്റ് 15 ജപ്പാൻ കീഴടങ്ങൽ പ്രഖ്യാപിച്ചു. ഇതോടെ 4 വർഷം നീണ്ടുനിന്ന 2ാം ലോക മഹായുദ്ധത്തിന് വിരാമമായി. അണുവിഘടന സിദ്ധാന്തം കണ്ടുപിടിച്ചവരും ആറ്റം ബോംബുണ്ടാക്കിയവരും പിന്നിൽ പ്രവർത്തിച്ചവരുമെല്ലാം പിന്നീട് തെറ്റ് ഏറ്റുപറഞ്ഞു. കുറ്റബോധത്താൽ കാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകി. ശേഷം ആ നഗരത്തിൽ ജനിച്ചു വീണ കുഞ്ഞുങ്ങൾ പോലും ദുരന്തങ്ങളുടെ നോവു പേറി. പക്ഷേ ഹിരോഷിമ വരണ്ടുപോയില്ല, പൂത്തു തളിർത്തു. ഒരു ജനതയുടെ 70 വർഷം നീണ്ട അർപ്പണത്തിൻ്റെ സാക്ഷ്യമാണ് ഈ നഗരം. മനുഷ്യൻ്റെ ജീവിത തൃഷ്ണയ്ക്കും നിശ്ചയദാർഢ്യത്തിനും ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ലോകത്തെ സുന്ദരമായ നഗരങ്ങളിലൊന്നായി അറിയപ്പെടുന്ന ഹിരോഷിമ. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞപ്പോൾ ഹിരോഷിമ ദുരന്തത്തിലേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ ഇനിയൊരു നാഗസാക്കിയും ഹിരോഷിമയും ലോകത്ത് ആവർത്തിക്കരുതേ എന്നാണ് ലോക ജനതയുടെ പ്രാർത്ഥന. യുദ്ധങ്ങൾ ഒരിക്കലും പ്രശ്നങ്ങൾ തീർക്കുന്നില്ല. എല്ലായിടത്തും വിജയിക്കാനായി ലോകരാഷ്ട്രങ്ങൾ മനുഷ്യരുടെ ജീവൻ വെച്ച് പന്താടരുതെന്നും ഹിരോഷിമ ദുരന്തം ഓർമ്മിപ്പിക്കുന്നു. സ്നേഹവും സമാധാനവുമാണ് രാഷ്ട്രങ്ങളെ കീഴടക്കാനുള്ള ഏറ്റവും നല്ല ആയുധങ്ങൾ. പേന പിടിക്കുന്ന കയ്യിൽ തുമ്പയും വഴങ്ങുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് അരവഞ്ചാലിലെ പൂന്തോടൻ രമേശൻ എന്ന യുവ എഴുത്തുകാരൻ. ബന്ധുവിൻ്റെ 1/2 ഏക്കറോളം സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ കൃഷി. സാഹിത്യ സംബന്ധമായ ചില സംശയങ്ങൾ ചോദിക്കാനായിരുന്നു രമേശൻ മാസ്റ്ററെ അന്വേഷിച്ച് അരവഞ്ചാലിൽ പോയത്. സ്ഥിരമായി തമ്പടിക്കാറുള്ള പെട്ടിക്കടയിൽ അന്വേഷിച്ചപ്പോൾ സ്ഥലത്തുണ്ട് കക്ഷി. കാര്യം തിരക്കിയപ്പോൾ താൻ പച്ചക്കറി കൃഷി ചെയ്യാറുണ്ടെന്നും അവിടെ നിന്ന് ഇപ്പോൾ എത്തിയതേയുള്ളൂവെന്നും അറിയിച്ചു. ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് തമാശയാണ് ആദ്യം തോന്നിയത്. എന്നാൽ അതൊന്ന് കാണണമെന്ന് പറഞ്ഞ് സ്ഥലത്തെത്തിയപ്പോഴാണ് ശരിക്കും അത്ഭുതപ്പെട്ടു പോയത്. പാറസ്ഥലത്ത് കയ്യാല കെട്ടി മണ്ണിട്ട് കൃഷി ചെയ്തിരിക്കുന്നു. കൃഷിസ്ഥലം വന്യജീവികളിൽ നിന്നും സംരക്ഷിക്കാനായി നെറ്റ് ഉപയോഗിച്ച് വേലികെട്ടി തിരിച്ചിരിക്കുന്നു. അതിനകത്തെ പച്ചക്കറികളൊക്കെ പൂവിട്ട് കായ്ച്ചു തുടങ്ങിയിരിക്കുന്നു. പച്ചക്കറി കൃഷിക്കിടയിൽ നിരവധി ഔഷധ സസ്യങ്ങളും കൂടാതെ മാവ്, പ്ലാവ്, കുള്ളൻ തെങ്ങ്, വാഴ തുടങ്ങിയവയും അത്യുൽപാദന ശേഷിയുള്ള 15 തരം മാവുകളും 10 തരം പ്ലാവുകളും. ഇവയ്ക്കെല്ലാം പുറമെ പഴച്ചെടികൾ ധാരാളം. അതിൽ പ്രധാനപ്പെട്ടവ റംബൂട്ടാൻ, സപ്പോട്ട, പേരക്ക എന്നിങ്ങനെ പോകുന്നു. ചേമ്പ്, ചേന, വിവിധയിനം പയറുകൾ, തോരയും കൂടാതെ മധുരക്കിഴങ്ങ് വരെ. ചകിരിച്ചോറ്, ചാണകം, പിണ്ണാക്ക് ചവറ് എന്നിവയാണ് പ്രധാനമായും വളമായി ഉപയോഗിക്കുന്നത്. പച്ചക്കറികൾ എല്ലാം തന്നെയുള്ള ഈ സ്ഥലത്ത് താങ്കൾ എന്തുകൊണ്ടാണ് ഇതിലേക്ക് ശ്രദ്ധ തിരിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇതായിരുന്നു മറുപടി. സമയം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മറ്റ് പ്രവർത്തനങ്ങൾ കഴിച്ച് ബാക്കി കിട്ടുന്ന സമയം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജൈവ പച്ചക്കറി കൃഷി എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു പരീക്ഷണമാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. കാരണം തമിഴ്നാട്ടിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ
കൃഷിയെ അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന ഒരു തലമുറ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മലയാളികൾ മാറിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് പുതിയതായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഇദ്ദേഹം പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സ്വകാര്യ കോളേജുകളിലെ അധ്യാപകനാണ്. ഇതുകൂടാതെ ചെറുകഥാകൃത്ത് എന്ന നിലയിൽ നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. പുതിയ ചെറുകഥാ സമാഹാരത്തിൻ്റെ പണിപ്പുരയിൽ കൂടിയാണ് ഇദ്ദേഹം. ഇതിനിടയിലാണ് പച്ചക്കറി കൃഷിയുമായി മനസ്സംതൃപ്തി അടയുന്നത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി മനോജ് ചെറുപുഴ. അമിതമായ കീടനാശിനി രാസവള പ്രയോഗം മൂലം മണ്ണ് മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രശസ്ത കാർഷിക വിദഗ്ധൻ മലപ്പട്ടം പ്രഭാകരൻ. കാങ്കോലിൽ കർഷക സംഘം കാങ്കോൽ വില്ലേജ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷിയിടങ്ങളിലെ അമിതമായ രാസവള കീടനാശിനി പ്രയോഗം മൂലം മണ്ണിലെ സൂക്ഷ്മാണുക്കൾ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇത് കാർഷിക ഉൽപ്പാദനത്തെ വൻതോതിൽ ബാധിച്ചിട്ടുണ്ടെന്നും മണ്ണിനെ വീണ്ടെടുക്കുക എന്നതാണ് പുതിയ കാലത്തെ മനുഷ്യന്റെ കർത്തവ്യമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മലപ്പട്ടം പ്രഭാകരൻ പറഞ്ഞു. നിങ്ങളുടെ കേരളീയൻ്റെ ലേഖനത്തിൽ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞു. 1946 ഫെബ്രുവരി 23 അദ്ദേഹം ആ ലേഖനം എഴുതിയിട്ടുള്ളത്. നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങളുടെ ഭാര്യ കുളിക്കാൻ പോകുന്ന സമയത്ത് തലയിൽ എണ്ണ തേച്ചിട്ടാണല്ലോ പോവുക. ആ സമയത്ത് അന്ന് സോപ്പൊന്നും അങ്ങനെ പ്രധാനമില്ല. കാങ്കോൽ EMS മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ വില്ലേജ് പ്രസിഡന്റ് UV ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CK രവി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. KP ഗോപാലൻ, K പദ്മിനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കൺവെൻഷനിൽ പങ്കെടുത്ത കർഷകർക്ക് ജാതി തൈകൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കേരള കർഷക സംഘം പയ്യന്നൂർ സൗത്ത് വില്ലേജ് കൺവെൻഷൻ കണ്ടങ്ങാളി വായനശാല ഹാളിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം KV നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ആ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി സ്വാമിനാഥൻ എന്ന് പറയുന്ന അയാൾ ഇടപെട്ട് പരമാവധി പരിശോധിച്ച് ഒക്കെ തന്നെ നിശ്ചയിച്ചു എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നിശ്ചയിച്ചു. 4% പലിശക്ക് കടം കൊടുക്കാൻ വേണ്ടി കഴിയണം. അതുപോലെ തന്നെ ഉൽപാദന ചെലവ് പിന്നെ 50% കൂടെ ചേർത്ത്. ചടങ്ങിൽ നടീൽ വസ്തുക്കളുടെ ഉദ്ഘാടനം KV മോഹനൻ നിർവഹിച്ചു. P ഗംഗാധരൻ, K സതീശൻ, KV മോഹനൻ, M ആനന്ദൻ, TV രവീന്ദ്രൻ, NV സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. KSKTU ചെറുതാഴം വില്ലേജ് കൺവെൻഷൻ ചുമട് താങ്ങിയിൽ നടന്നു. മാട ഏരിയ പ്രസിഡന്റ് AV രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി ചെറുതാഴം വില്ലേജ് കൺവെൻഷൻ ചുമട് താങ്ങിയിൽ നടന്നു. വില്ലേജ് കൺവെൻഷൻ മാടായി ഏരിയ പ്രസിഡന്റ് AV രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥയാണ് കേരളത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥ എന്ന് EMS ആണ് വളരെ കൃത്യമായി നിർവചിച്ചു പറഞ്ഞത്. ആ വ്യവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തോടൊപ്പം പിന്നീട് ദേശീയ പ്രസ്ഥാനം ഏറ്റെടുത്തത്. CV ജാനകിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ C കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. EP അനിൽ ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിലക്കിനെതിരെ വാക്കനൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. പയ്യന്നൂർ കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് EP രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയവുമാണ്. ഇത് സാംസ്കാരികമായിട്ടുള്ള ഒരു ഉള്ളടക്കം. ഇപ്പോൾ ഈ ഹാളിൽ മഴ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഹാളിലാണ് നടത്തുന്നത്. നമുക്കൊക്കെ അതിൻ്റെ പരിമിതിയെ കുറിച്ച് അറിയാം. ഈ ഹാളിൽ കുറെ കസേരയുണ്ട്. നമ്മൾ ഒരു തരം കസേരകളാണ്. വളരെ തികവുള്ള. PK സുരേഷ് കുമാർ അധ്യക്ഷനായി. R മുരളീധരൻ, പ്രൊഫസർ K ജനാർദ്ദനൻ എന്നിവർ പ്രസംഗിച്ചു. ഫാസിസ്റ്റ് വിരുദ്ധ കവിതകളുടെ അവതരണവും തിരുവനന്തപുരം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ കേന്ദ്രം വിലക്കേർപ്പെടുത്തിയ ചിത്രങ്ങളും പരിപാടിയിൽ പ്രദർശിപ്പിച്ചു. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ കോളേജ് 1990-92 ബാച്ച് PDC വിദ്യാർത്ഥികളുടെ സംഗമം കോളേജിൽ നടന്നു. തിരികെ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോളേജ് 1990-92 വർഷത്തെ PDC വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. ചടങ്ങ് TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഞാൻ പഠിക്കുമ്പോൾ കെമിസ്ട്രി ക്ലാസ്സിലാണ് പഠിച്ചത്. നിരീക്ഷണ ആദ്യം ഗൾഫിൽ നിന്ന് തന്നെ ഈ ഒരു കാര്യം വിളിച്ചറിയിക്കുന്നു. ഇങ്ങനെയൊരു സംഗമത്തിൽ വരാൻ പറ്റുമെന്ന് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് വരാമെന്ന്. കാരണം ഞാൻ
ഈ കാലയളവിൽ മാടായി കോളേജിലാണ് പഠിച്ചത്. പ്രീ ഡിഗ്രി ഈ കോളേജിൽ പഠിക്കാനുള്ള അസുലഭമായ അവസരം നിങ്ങളെപ്പോലെ എനിക്ക് ഉണ്ടായിരുന്നില്ല. പൈനൂർ കോളേജിൽ പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. മാടായി കോളേജിൽ അഡ്മിഷൻ കിട്ടിയതുകൊണ്ട് പിന്നീട് അങ്ങോട്ടേക്ക് പോയി. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ രവീന്ദ്രൻ അധ്യക്ഷനായി. ചടങ്ങിൽ സുനിൽ VM സ്വാഗതവും ഡോക്ടർ ഷിംജി P നായർ നന്ദിയും പറഞ്ഞു. തൈക്കൊണ്ടോ സുവർണതാരം ശരണ്യ രാജുവിനെ ഇളമ്പച്ചി കൈരളി പുരുഷ സ്വയം സഹായ സംഘം അനുമോദിച്ചു. ജനറൽ ബോഡി യോഗത്തിന്റെ ഭാഗമായിരുന്നു അനുമോദനം. കൊറിയയിൽ വെച്ച് നടന്ന തൈക്കൊണ്ടോ ദേശീയ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 112 രാജ്യങ്ങളോട് പൊരുതിയാണ് ഇളമ്പച്ചി സ്വദേശി ശരണ്യ ഫൈനലിലെത്തിയത്. ഫൈനലിൽ ഹോങ്കോങ്ങിനെ അടിയറവ് പറയിച്ച് സ്വർണം കരസ്ഥമാക്കി നാടിൻ്റെ തന്നെ അഭിമാനമായി മാറുകയായിരുന്നു ശരണ്യ. മത്സരത്തിലെ അനുഭവങ്ങളെക്കുറിച്ച് ശരണ്യ അനുമോദന ചടങ്ങിൽ സംസാരിച്ചു. ഞാൻ ഇന്ത്യയിൽ നിന്ന് സെലക്ഷൻ കിട്ടിയത് 8 പേരായിരുന്നു ഞങ്ങളുടെ ടീമിൽ. അതിൽ 4 ഗേൾസ് 4 ബോയ്സ് ആയിരുന്നു. അതിൽ 4 ഗേൾസിൽ ഒരാൾ എനിക്ക് കിട്ടിയത് അണ്ടർ 46-ലാണ് ഞാൻ കളിച്ചത്. അപ്പോൾ 112 രാജ്യങ്ങൾ പങ്കെടുത്തു. അതിൽ എനിക്ക് ഏറ്റവും ടൈറ്റ് തോന്നിയത് മലേഷ്യ സെമി ഫൈനൽ കളിക്കുമ്പോഴായിരുന്നു. നല്ല ടൈറ്റ് മാച്ച് ഉണ്ടായിരുന്നത്. ഹോങ്കോങ് കാര്യം മോശമായിരുന്നില്ല. ഫൈനലിൽ ഞാൻ 5 പോയിന്റ് ലീഡോടെ ഞാൻ ജയിച്ചത്. ജനറൽ ബോഡി യോഗത്തിൽ M പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. MP കരുണാകരൻ, TV വിനോദ്, NV ബാലകൃഷ്ണൻ, M ഭാർഗവൻ, PV ലക്ഷ്മണൻ തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പാഠ്യേതര വിഷയങ്ങളിൽ വലിയ മുന്നേറ്റം നടത്തി മാതൃകയാവുകയാണ് കൂക്കാനം ഗവൺമെൻറ് UP സ്കൂൾ. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയാണ് സ്കൂളിൽ ആരംഭിച്ച ഗണിത ക്ലിനിക്ക്. ഓണസ്റ്റി ഷോപ്പ്, ഗണിത ക്ലബ്ബ് എന്നിവയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഷയമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു വിഷയത്തിൽ ഏറ്റവും മിടുക്കരായ മക്കളായിട്ട് നമ്മൾ മാറണം. കഴിഞ്ഞ SLC പരീക്ഷയിലടക്കം നിങ്ങൾക്കറിയാം, നമ്മുടെ കണ്ണൂർ ജില്ല കഴിഞ്ഞ 5 വർഷം കൊണ്ട് നേടിയ 1ാം സ്ഥാനം എന്നുള്ള നേട്ടം 5ാം സ്ഥാനത്തേക്ക് മാറിപ്പോയതിന് കാരണം ഈ ഒരു വിഷയം കൂടിയാണ്. കൂക്കാനം ഗവൺമെന്റ് UP സ്കൂൾ പാഠ്യവിഷയങ്ങളിൽ നടത്തുന്ന നിരവധി പ്രവർത്തനങ്ങളിൽ ഏറ്റവും പുതിയതാണ് ഗണിത ക്ലിനിക്, ഓണസ്റ്റി ഷോപ്പ്, ഗണിത ക്ലബ്ബ് എന്നിവ. കണക്കിൽ പ്രയാസം നേരിടുന്ന കുട്ടികൾക്ക് പ്രശ്നപരിഹാരത്തിനുള്ള ഒരു ഉപാധിയാണ് ഗണിത ക്ലിനിക്. ഓരോ ദിവസവും ക്ലാസ് മുറിയിൽ അധ്യാപകർ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളിൽ കുട്ടികൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുവാൻ ഈ ക്ലിനിക്കിലൂടെ സാധിക്കും. ഓണസ്റ്റി ഷോപ്പാണെങ്കിൽ കുട്ടികൾക്കാവശ്യമായ റബ്ബർ, പെൻസിൽ, നോട്ട്ബുക്ക് തുടങ്ങിയ സാധനങ്ങൾ വിലവിവര പട്ടിക നോക്കി എടുക്കുകയും അതിൻ്റെ വില പെട്ടിയിൽ നിക്ഷേപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതിലൂടെ കണക്ക് ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. ഗണിത ക്ലബ്ബാണെങ്കിൽ 1 വർഷത്തെ ഗണിതശാസ്ത്ര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നു. ചടങ്ങിൽ P രാജലക്ഷ്മി ടീച്ചർ അധ്യക്ഷയായി. അപ്യാൽ രാജൻ മാസ്റ്റർ, കാർത്തിക് R എന്നിവർ ചേർന്ന് ഉദ്ഘാടനവും ക്ലാസും നടത്തി. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. സൽഭാവന പയ്യന്നൂരിൻ്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായിരുന്നു മത്സരം. UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലായാണ് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത്. മത്സരത്തിൻ്റെ ഉദ്ഘാടനം തമ്പാൻ പെരുന്തട്ട നിർവഹിച്ചു. KN കണ്ണൂത്ത് മുഖ്യാതിഥിയായ ചടങ്ങിൽ സദ്ഭാവന പ്രസിഡന്റ് കിരൺ വണ്ണാടിൽ അധ്യക്ഷത വഹിച്ചു. KV രവീന്ദ്രൻ, K ജയരാജ്, രാജേന്ദ്രകുമാർ, രവീന്ദ്രൻ നായനാർ, അബിത PV, മഞ്ജുള കൊയിലേരി, C അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. വിവിധ വിഭാഗങ്ങളിലായി നിരവധി വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. കരിവെള്ളൂർ A1 ലൈബ്രറിയുടെ യുവജനവേദിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. KV രവീന്ദ്രൻ മാസ്റ്റർ ക്ലാസ് എടുത്തു. KP അമ്പുകുഞ്ഞി മാസ്റ്റർ, NK വാസുദേവൻ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് ഒഴിവു ദിവസത്തെ കളി സിനിമാ പ്രദർശനവും നടന്നു. ഇന്ത്യൻ ശരാശരി 31 31.9 ആൾക്കാരെന്നാണ് ഇന്ത്യൻ ശരാശരി. പക്ഷെ ഇവിടെ എത്ര എന്തോ 45% ആൾക്കാർ മദ്യപാനികളായിട്ട് മാറും. 45% വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. പിന്നെ 42% ആൾക്കാർ കടുത്ത മദ്യപാനികൾ എന്ന് പറഞ്ഞാൽ ഒറ്റയിരിപ്പിന് 180 മില്ലി അകത്താക്കുന്നവർ, ഒറ്റയിരിപ്പിന് 180 മില്ലി അകത്താക്കുന്നവരായിട്ടുള്ള കടുത്ത മദ്യപാനികൾ 42% ഉണ്ടെന്നാണ് കണക്ക്. കൊയോങ്കര പുതിയടത്തട്ടിനു മീത്തൽ ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രം രാമായണ മാസാചരണവും വിപുലമായ പരിപാടികളോടെ നടന്നു. രാമായണ ക്വിസ് മത്സരവും രാമായണ പാരായണ മത്സരവും ചടങ്ങിൽ നടന്നു. സ്ഥാനം ആയിട്ടുള്ള വീരശൃംഖലയ്ക്ക് അർഹനായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ഭാസ്കരൻ പണിക്കർ, അതുപോലെ ഫോക്ലോർ അക്കാഡമിയിൽ ഗുരുപൂജ അവാർഡ് നേടിയിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ തന്നെ
ഭാസ്കരൻ പണിക്കരുടെയും രാജീവൻ പണിക്കരുടെയും നേതൃത്വത്തിൽ രാമായണം ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. തുടർന്ന് രാമായണ പാരായണ മത്സരവും നടന്നു. അനുമോദന സദസ്സിൽ കെ ഭാസ്കരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. പി സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രമന്ദിതിര്യൻ ഉപഹാര സമർപ്പണം നടത്തി. ചടങ്ങിൽ പി ഭാസ്കരൻ പണിക്കർ, ഇ നാരായണൻ, കെ വി റെജിൻ തുടങ്ങിയവരെ അനുമോദിച്ചു. തുടർന്ന് LSS, USS, SSLC ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ക്ഷേത്രത്തിൽ രാമായണ പാരായണം നടത്തുന്ന നാരായണൻ ജോത്സ്യരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. IRPC കരിവള്ളൂർ പിള്ളം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരിവള്ളൂർ AV സ്മാരക ഹാളിൽ വളണ്ടിയേഴ്സ് പരിശീലനം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV രാധാമണി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കാന ഗോവിന്ദൻ, അമൽ P, ജെയിംസ് T, നാരായണൻ, PK കരുണാകരൻ, V ലക്ഷ്മണൻ നായർ എന്നിവർ സംസാരിച്ചു. പരിചരണം എത്തിക്കുക എന്നത് വളരെ വളരെ കൃത്യതയോടുകൂടി ചെയ്യുന്ന ഒരു വളണ്ടിയർ ഗ്രൂപ്പാണ് IRPC എന്ന് എനിക്ക് എടുത്തു പറയാൻ സാധിക്കും. ഞാനൊരു കണ്ണൂർ ജില്ലക്കാരനല്ല, കോഴിക്കോട് ജില്ലക്കാരനാണ്. എന്നിരുന്നാൽ പോലും അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ഇതുപോലൊരു ഗ്രൂപ്പിൽ വന്ന് ഇതുപോലുള്ള ആളുകൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കാൻ എനിക്ക് സാധിച്ചു എന്നതിൽ എനിക്ക് ചാരിതാർത്ഥ്യം ഉണ്ട്. KSEB ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെൽഫ് ഡിഫൻസ് ട്രെയിനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കവൽ ഉദ്ഘാടനം ചെയ്തു. റാങ്ക് ദേവു സ്പോർട്സ് അക്കാദമിയിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുക, കുട്ടികളെ ബാധിക്കുന്ന പ്രത്യേക ടൈപ്പ് പ്രമേഹ രോഗങ്ങൾ അങ്ങനെ ബാധിച്ച് ചികിത്സക്ക് വരുന്നവരുടെ എണ്ണം കൂടുകയാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇപ്പോൾ വളരെ ഗൗരവകരമായി എടുക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാൻ, കായികക്ഷമത വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഒരു നല്ല മാതൃകാപരമായിട്ടുള്ള പരിശീലന പരിപാടിയാണ് ഇവിടെ KSEB ഓഫീസർമാരുടെ സംഘടന മുൻകൈയെടുത്ത് സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാണികൾക്ക് കലയുടെ മായികരാവുകൾ സമ്മാനിച്ച് കുളപ്പുറത്ത് മാൺസൂൺ ഫെസ്റ്റ്. കുളപ്പുറം വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിലായിരുന്നു കലാസന്ധ്യ. BJPയുടെ കോഴ വിവാദം. ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംവാദ സായാഹ്നം സംഘടിപ്പിച്ചു. പയ്യന്നൂർ കണ്ടങ്ങാളി പുഞ്ചക്കാട്ടെ എണ്ണ സംഭരണശാല ആഗസ്റ്റ് 20-ന് സമരപ്രഖ്യാപന കൺവെൻഷൻ നടക്കും. മുന്നോടിയായി വിശദീകരണ യോഗം ചേർന്നു. കള്ളന്മാരും പിടിച്ചുപറിക്കാരും പയ്യന്നൂർ നഗരത്തിൽ വിലസുമ്പോഴും പയ്യന്നൂർ പോലീസ് നഗരഭാഗങ്ങളിൽ സ്ഥാപിച്ച CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമായി. DYFIയുടെ മേഖലാ ജാഥകൾ സമാപിച്ചു. ആഗസ്റ്റ് 15-ന് നടക്കുന്ന യുവജന പ്രതിരോധത്തിന്റെ ഭാഗമായാണ് ജാഥകൾ സംഘടിപ്പിച്ചത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.